രീതിയുടെ ഉന്നതമായ ഒരു രൂപമോ ശൈലിയോ തന്നെയാണ് മമ്മൂട്ടിയുടേതെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതിഷ്ടമല്ലെന്ന് പറയുമ്പോഴും അത് ലോകം അംഗീകരിച്ചത് തന്നെയെന്ന് അവർക്കറിയാം. ഒരു വീട്ടിൽ ഒരു മമ്മൂട്ടിയെങ്കിലും ഉണ്ട് എന്നത് അതിശയോക്തിപരമായ ഒരു പ്രസ്താവനയല്ല. അത് 100% സത്യമാണ്. മുത്തച്ഛനും പേരക്കുട്ടിയും ഒരുപോലെ മമ്മൂട്ടി ഫാനാവുക എന്നത് ഒരത്ഭുതം തന്നെയാണ്. അത് മമ്മൂട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതും. മമ്മൂട്ടിയുടെ മതാത്മകതയെ ചോദ്യം ചെയ്യുന്നവർ പോലും മമ്മൂട്ടിയെ ചോദ്യം ചെയ്യാതിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ നിഷ്ഠകളെ അവർ മാറി നിന്ന് ആദരിക്കുന്നു. മമ്മൂട്ടി തൻ്റെ രാഷ്ട്രീയത്തെ പലതവണ മലയാളിക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. സെലിബ്രിറ്റികൾക്കിടയിലെ തനിക്ക് രാഷ്ട്രീയമില്ല എന്ന കള്ളക്കപടത ആദ്യമായി പൊളിച്ചു കളഞ്ഞത് മമ്മൂട്ടിയാണ്. ഒരു പൗരനെന്ന നിലയിൽ തനിക്ക് രാഷ്ട്രീയമുണ്ടെന്ന് മമ്മൂട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർക്കും മമ്മൂട്ടി പ്രിയപ്പെട്ടൊരാളാണ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദം തേടുകയും അദ്ദേഹത്തോട് നിരന്തരം സംവദിക്കുകയും ചെയ്യുന്നതിൽ കൂടുതലും എതിർപക്ഷ രാഷ്ട്രീയത്തിലെ യുവാക്കളാണ് എന്നത് തന്നെയാണ് ഇതിന് ഉദാഹരണം. ഇതിനു കാരണം മമ്മൂട്ടി പകർന്നു നൽകുന്ന ജ്യേഷ്ഠഭാവം തെളിമയും ശുദ്ധിയുമുള്ളതാണെന്ന് അവർക്കുറപ്പുണ്ട്. അതിനാൽ അവർ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയും തുറന്ന് സംവദിക്കുകയും ചെയ്യുന്നു. മമ്മൂട്ടി വലിയൊരു പ്രഭാഷകനല്ല. എന്നാൽ ജീവിത പങ്കാളിയെക്കുറിച്ചും ചേറിൽ പണിയെടുക്കുന്ന കർഷകനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു മഹാസാഹിത്യകാരൻ്റേതിന് തുല്യമായി മലയാളി ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നു. ഭാര്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു രക്തബന്ധമല്ല. ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഏട്ടൻ, അമ്മ, അച്ഛൻ, അമ്മാവൻ, അമ്മായി, ചെറിയച്ഛൻ, വലിയച്ഛനൊക്കെ ഒരു ബന്ധങ്ങളാണ്. ഒരിക്കലും നമ്മുടെ ആ ബന്ധങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷെ ഭാര്യ വേണമെങ്കിൽ മുറിച്ചു മാറ്റാവുന്നൊരു ബന്ധമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം,